നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDFന്റെ ധ്രുവീകരണ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ്. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കോഴിക്കോട്ട് തുറന്നു. കാടിനെയും പരിസ്ഥിതിയെയും വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിൽ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. വർഗീയ ധ്രുവീകരണം നടത്തുന്ന UDFന്റെ കള്ള പ്രചരണങ്ങൾക്കെതിരെ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പുതിയ ബാച്ചുകൾ അനുവദിച്ച് മലബാറിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. UDFന്റെ ധ്രുവീകരണ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ്. ഇടതുമുന്നണിയെ രാഷ്ട്രീയമായി നേരിട്ട് അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നതുകൊണ്ടാണ് ധ്രുവീകരണ രാഷ്ട്രീയത്തെ അവർ വാരിപ്പുണരുന്നതെന്നും INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുക എന്നതിലുപരിയായി ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോശമായ ചില പ്രവണതകൾ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അത് തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അത് അവസാനിച്ചിട്ടില്ല എന്ന രീതിയിൽ ദൈനംദിനേന എന്നോണം പുതിയ ഇഷ്യൂകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള വല്ലാത്തൊരു ഉത്കണ്ഠ പാർട്ടി ഇന്ന് വിലയിരുത്തുകയുണ്ടായി. അത് എത്രയും പെട്ടെന്ന് പരിഹൃതമായില്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പഴയകാല ചരിത്രം വെച്ചുകൊണ്ട് ഒരു അപകടകരമായ ദിശയിലേക്ക് നീങ്ങുമോ എന്ന് ഭയപ്പെടുന്നതിനാൽ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് INLനെ അപേക്ഷിക്കാനുള്ളത്. വടകരയടക്കമുള്ള മണ്ഡലങ്ങളിൽ അസ്വസ്ഥത വിതയ്ക്കുന്ന വർഗീയ വിഭാഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് UDFും അവർക്ക് പിന്തുണ നൽകുന്ന ശക്തികളും ആസൂത്രിതമായി നടപ്പാക്കുന്ന അജണ്ടകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും അത് പരാജയപ്പെടുത്തിയില്ലെങ്കിൽ കേരളീയ സമൂഹം കനത്ത വില നൽകേണ്ടി വരുമെന്നും INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. പിണറായി സർക്കാരിന്റെ തുടർഭരണം ഇതുവരെയും ഉൾക്കൊള്ളാനാവാത്ത UDF നേതൃത്വം 2026 ഭീതിയോടെയാണ് നോക്കിക്കാണുന്നതെന്നും യോഗത്തിൽ പരാമർശമുയർന്നു. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ വടക്കൻ ജില്ലകളിൽ 30% മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹവും ഉപരിപഠനത്തിന് അർഹരായവർക്ക് സീറ്റ് ഉറപ്പാക്കുന്നതുമാണെന്നും യോഗം വിലയിരുത്തി. ആശ്രിത നിയമനത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കുള്ള സംവരണാവസരം നഷ്ടപ്പെടുത്തിയേക്കാവുന്ന പത്ര റിപ്പോർട്ടുകളുടെ നിജസ്ഥിതി പരിശോധിക്കണമെന്നും ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും INL സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 22 മുതലാണ് സമ്മേളനം. NGO യൂണിയൻ ജില്ലാ സെന്ററിലാണ് ഓഫീസ് പ്രവർത്തിക്കുക. ജൂൺ 22, 23, 24 തീയതികളിൽ കോഴിക്കോട്ട് നടക്കുന്ന കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സർവീസ് മേഖലയിലെ എല്ലാ സംഘടനകളെയും യോജിപ്പിച്ച് ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതി മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള NGO. എല്ലാ നിലയിലും പ്രാധാന്യമർഹിക്കുന്ന ശ്രദ്ധേയമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണിത്.
ദേശീയ തലത്തിൽ തൊഴിലാളിയുടെ പ്രശ്നങ്ങളിൽ രൂപം കൊണ്ട യോജിച്ച സംവിധാനത്തിൽ കേരള NGO യൂണിയനുണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന പണിമുടക്ക് സമരങ്ങളിൽ മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം സ്വന്തം മുദ്ര പതിപ്പിക്കാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം NGO യൂണിയന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് വീണ്ടും കോഴിക്കോട്ട് വെച്ച് നടക്കുന്നത്. NGO യൂണിയൻ ജില്ലാ സെന്ററിലാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നത്. കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ അധ്യക്ഷനായി. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, കേരള NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, PC ഷൈജു, BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K വിജയകുമാർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ PP സന്തോഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാടിനെയും പരിസ്ഥിതിയെയും വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കുറച്ച് ചെറുപ്പക്കാർ. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പരിസ്ഥിതി കൂട്ടായ്മയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മുത്തങ്ങ കാടുകളിൽ മഞ്ഞക്കൊന്നയുടെ നിർമ്മാർജ്ജനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നിന്ന് വയനാട് കാണാനെത്തിയ സംഘത്തിന്റെ പ്രകൃതിയോടുള്ള കരുതലാണ് ഇന്ന് മുത്തങ്ങ കാടുകളിലെ മഞ്ഞക്കൊന്നയുടെ നിർമ്മാർജ്ജന ദൗത്യത്തിന് പ്രേരണയായിരിക്കുന്നത്. അന്നു കണ്ട മഞ്ഞക്കൊന്ന അഥവാ രാക്ഷസക്കൊന്നയുടെ ചെറുനാമ്പുകൾ ഇന്ന് കാടിനും വന്യജീവികൾക്കും ഒരുപോലെ ഭീഷണിയായി വളർന്നിരിക്കുന്നു. തനത് സസ്യങ്ങളുടെ വളർച്ചാ സാഹചര്യം ഈ അധിനിവേശ സസ്യം നശിപ്പിക്കുമെന്നതിനാൽ മൃഗങ്ങൾ പലതും പട്ടിണിയാവുകയാണ്. ഇതാണ് അവ കാടിറങ്ങാനുള്ള ഒരു കാരണമെന്ന് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ പൃഥ്വി റൂട്ടിന്റെ സെക്രട്ടറിയും CWRDMലെ ഗവേഷകയുമായ സുഗമ്യ P പറഞ്ഞു. ഇതിന്റെ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് ഇതിന് ചുറ്റുമുള്ള വേറൊരു ചെടിക്കോ മരത്തിനോ ഒന്നിനും വളരാൻ പറ്റുന്നില്ല. മാത്രമല്ല ചെറിയ പുല്ല് പോലുള്ള സസ്യങ്ങൾ മൊത്തത്തിലായിട്ട് ഇവിടുന്ന് വാനിഷ് ചെയ്തു പോവാണ്. അത് കാരണം കൊണ്ട് അത് കഴിക്കുന്ന മൃഗങ്ങളും ഇതുപോലെ തന്നെ പട്ടിണി അടക്കാം. അപ്പൊ നമ്മൾ ഫോറസ്റ്റിൽ പോവാണെങ്കിൽ വളരെ ചുരുക്കമായിട്ട് നമുക്ക് അവിടെ മൃഗങ്ങളെ പോലും കാണാൻ പറ്റുന്നുള്ളൂ. ആ മൃഗങ്ങൾ തന്നെ വളരെ ശോഷിച്ച് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് മുത്തങ്ങ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക. അപ്പൊ ഇവരെല്ലാരും കൂടെ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു 50 സെന്റിമീറ്റർ അകലത്തുനിന്ന് ഇവരുടെ ബാർക്ക് റിമൂവ് ചെയ്യും. നമ്മൾ അതിന്റെ എപ്പിഡെർമിസ് റീജിയൻ മൊത്തത്തിൽ റിമൂവ് ചെയ്യും. എപ്പിഡെർമിസ് ക്യൂട്ടിക്കൽ റീജിയൻ മൊത്തത്തിൽ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗിൾ വേര് പോലും ഉണ്ടെങ്കിൽ വേരിന്റെയും ബാർക്ക് ഡിബാർക്ക് ചെയ്ത് വിടണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഇത് ഡീജനറേറ്റ് ചെയ്ത് വരും. മുത്തങ്ങക്കാട്ടിൽ 1400 ഹെക്ടറോളം ഭൂമിയിൽ ഇപ്പോൾ മഞ്ഞക്കൊന്ന വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കൂട്ടായ്മയിലെ ചെറുപ്പക്കാർ 7 ആഴ്ചയായി ശനി ഞായർ ദിവസങ്ങളിൽ മുത്തങ്ങയിലേക്ക് അവയുടെ നിർമ്മാർജ്ജന ദൗത്യത്തിന് ഏർപ്പെട്ടിരിക്കുകയാണ്. 2 ടീമായിട്ട് മാറിയിട്ട് ഒരു ടീം 1 മീറ്റർ ഉയരത്തിൽ താഴ്ന്ന മുകളിലേക്ക് ഈ തെന്നയുടെ തൊലി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടീം അതിനനുസരിച്ചിട്ട് വേരുഭാഗത്തായിട്ട് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ മണ്ണ് ഇട്ട് മൂടുകയാണ്. അതായത് യാതൊരു വിധത്തിലും മണ്ണും വെള്ളമൊന്നും ഇതിന് പാടില്ലാത്തതാണ്. അപ്പം പിന്നീട് വരികയാണെങ്കിൽ പിന്നെയും വളരാനുള്ള ശേഷി വളരെയധികം കൂടുതലാണ്. അപ്പം വളരെ കെയർഫുൾ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25ഓളം പേർ വരുന്ന സംഘം മഞ്ഞക്കൊന്നയുടെ വേര് അറുക്കുക മാത്രമല്ല അവയെ പൂർണ്ണമായും നശിപ്പിച്ച ശേഷമാണ് ഇവിടെ നിന്ന് പോവുക. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 800ഓളം മരങ്ങൾ നശിപ്പിച്ചതായി സുഗമ്യ പറഞ്ഞു. മറ്റു സസ്യങ്ങൾക്കാകെ ഭീഷണിയായ തരത്തിൽ വളർന്നുവരുന്ന ഈ സസ്യം സെൻട്രൽ അമേരിക്കയിൽ നിന്ന് വന്നതാണെന്ന് കരുതുന്നു. നിരത്തുവയ്ക്കുകൾ വനവത്കരിക്കുന്നതിന്റെ ഭാഗമായി അബദ്ധത്തിൽ മഞ്ഞക്കൊന്നയും വളർത്തിയതാവാം എന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വേണ്ട
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന UDFന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരെ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 9-ന് കോഴിക്കോട്ട് വർഗീയ വിരുദ്ധ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഈ കേരളീയ സമൂഹത്തെ എക്കാലത്തും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്നു. അത് വളരെയധികം കടന്ന് തെരഞ്ഞെടുപ്പിന് ശേഷവും അത്തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. UDFന്റെ യുവജന സംഘടനകൾ വർഗീയ പ്രചരണത്തിന്റെ പ്രചാരകരായി മാറിയത് കേരള യുവജന സമൂഹത്തിന് അപമാനമാണെന്നും എക്കാലത്തും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ വർഗീയ കള്ളപ്രചരണങ്ങളെ നാഷണൽ യൂത്ത് ലീഗ് തുറന്നു കാണിക്കുമെന്നും NYL നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. +2 സീറ്റുകൾ കുറവുള്ളത് സർക്കാർ അടിയന്തരമായി നികത്തുകയും തുടർ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതിൽ കൂടുതൽ മലപ്പുറത്തുണ്ട്, മലബാർ മേഖലയിലുണ്ട്. അത് നികത്തണം. തുടർ പഠനത്തിനുള്ള സൗകര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുക്കി കൊടുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി, ജനറൽ സെക്രട്ടറി ഫാദിൽ അമീൻ, ട്രഷറർ റഹീം ബണ്ടിച്ചാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പലവിധ വർണ്ണങ്ങൾക്കു പകരം ഒരു നിറം മാത്രം ചാലിച്ചെഴുതിയ ഏകവർണ്ണ ചുമർ ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ദേവയാനം ചുമർ ചിത്ര കലാപഠന കേന്ദ്രത്തിലെ 25 കലാകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചത്. ഒരു നിറം മാത്രം ഉപയോഗിച്ച് വരച്ച അത്യപൂർവമായ 25 ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലെ ഏകവർണ്ണ ചുമർ ചിത്ര പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചത്. കേരളീയ ചുമർചിത്രകലയിൽ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വർണ്ണത്തിൽ തുടങ്ങി അതിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച് അതേ വർണ്ണത്തിൽ അവസാനിക്കുന്നവയാണ് ചിത്രങ്ങൾ. 25 വിദ്യാർത്ഥികൾ 25 രൂപത്തിലും ഭാവത്തിലും വർണ്ണത്തിലുമാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത്. ചുമർചിത്ര കലാകാരനായ സതീഷ് തായാട്ടിൻ്റെ ദേവയാനം ചുമർചിത്ര കലാപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ 25 പേരാണ് ചിത്രങ്ങൾ വരച്ചത്. ദേവയാനം എന്നുള്ള പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 25 വിദ്യാർത്ഥികളുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ മോണോക്രോം സ്റ്റൈൽ, അതായത് കേരളത്തിലെ ചുമർ ചിത്രങ്ങൾ 5 വർണ്ണങ്ങളാണ്. അതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഓരോ കളറിനും അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ 25 വർണ്ണങ്ങൾ സെലക്ട് ചെയ്തിട്ട് 25 വിദ്യാർത്ഥികൾ 25 രൂപങ്ങളായിട്ടുള്ള ചിത്ര പ്രദർശനമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഒറ്റ കളർ കൊണ്ടുള്ള ചിത്രങ്ങൾ വരച്ച് പ്രദർശനം വയ്ക്കുന്നത്. ഇത് ദേവയാനം എന്ന് പറഞ്ഞ കോഴിക്കോട് ചേവനമ്പലത്തിനടുത്ത് പഠന കേന്ദ്രമുണ്ട് ചുമർചിത്രത്തിന്. ആ പഠന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള 25 വിദ്യാർത്ഥികളുടെ പ്രദർശനമാണ്. ചുമർ ചിത്രകാരനായ കൃഷ്ണൻ മല്ലിശ്ശേരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മെയ് 10 മുതൽ 14 വരെയാണ് ആർട്ട് ഗ്യാലറിയിൽ വ്യത്യസ്തമായ ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അകാലത്തിൽ അന്തരിച്ച ഫോട്ടോഗ്രാഫർ ഗിരീഷ് എഡിറ്റ്സിന്റെ ഓർമ്മയിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ഗിരീഷിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാനും അനുസ്മരണ യോഗം തീരുമാനിച്ചു. സുനിൽ നന്ദനം അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് എഡിറ്റ്സ് അനുസ്മരണ യോഗം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ സുനിൽ നന്ദനം അധ്യക്ഷത വഹിച്ചു. സുരേഷ് AC, വി പ്രശാന്ത് പ്രണവം, ഷൈജു ചിത്രശാല, ഫിറോസ് ഖാൻ, സോജി ജോസഫ്, ശിവൻ ഒറ്റപ്പാലം, സദാശിവൻ, ഷബീർ, വിനോദ് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പിന്നെ ഗിരിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ കാലം തൊട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ ആദർശവശാൽ ഞാനും ഗിരിയൊക്കെ ഒരേ ഫീൽഡിലെത്തി. അപ്പോൾ അന്ന് തൊട്ടുന്ന് വരെ നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ഒരു കൊറോണൻ്റെ സമയത്താന്ന് തോന്നുന്നു പുള്ളിക്ക് ഷുഗർ കൂടിയിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാൽ ഇനി കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ കോയമ്പത്തൂർ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അന്ന് നമ്മൾ പറ്റുന്ന ആളുകളൊക്കെ സഹായം ചെയ്തത്. ഞങ്ങൾ സ്കൂളത്തെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ റിക്കവറി ആയി രണ്ടാമതൊരു ജന്മം എടുത്തുകൊണ്ടാണ് പുള്ളി രണ്ടാമത് ഫീൽഡിലേക്ക് വന്നത്. പക്ഷെ അതിനുശേഷം ഗിരി നല്ല രീതിയിൽ വർക്ക് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നും നമ്മൾ ഗിരീനോ പറയണം, എന്താ വെച്ചാൽ പഴയതുപോലെ ചെറുപ്പക്കാർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ശരീരം നോക്കിയിട്ട് വേണം പണിയെടുക്കാമെന്നുള്ളത്.
പക്ഷെ നമ്മളെല്ലാവരെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പക്കാരാ അതേ രീതിയിലാണ് നമ്മളിപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഹാർഡ് എന്താണെന്നുള്ളത് പുറത്തുള്ള ആളുകൾക്കറിയില്ല, പക്ഷെ നമുക്കറിയാം. എന്താ വെച്ചാൽ ഒരു സ്നാപ്പ് എടുക്കുന്ന മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടെൻഷൻ എന്താണെന്ന് നമ്മൾ ഓരോ ആളുകൾക്കും അറിയുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രായം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളെ ഈ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബം ഒന്ന് ബാക്കിലുണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം. അനുസ്മരണ യോഗത്തിൽ ഗിരീഷിന്റെ കുടുംബത്തിന് ധനസഹായം നൽകാനും തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതിയ ബാച്ചുകൾ അനുവദിച്ച് മലബാറിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. സീറ്റ് പ്രതിസന്ധി പരിഹരിച്ച് മലബാറിനോടുള്ള വിദ്യാഭ്യാസ വിവേചനം അവസാനിപ്പിക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് KM ഷഹ്ഫീൻ പറഞ്ഞു. എന്നാൽ വർഷങ്ങളായി ഇത്തരത്തിലൊരു സമീപനം ഇവിടെ ഉണ്ടായിട്ടും ഇടതു സർക്കാർ തന്നെ 8 വർഷമായിട്ട് പോലും അത്തരമൊരു പ്രശ്നത്തെ അഡ്മിറ്റ് ചെയ്യാനോ അത് പരിഹരിക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വളരെ വേദനാകരമായ സംഗതി. ഇപ്പോൾ ഈ വർഷം മലബാർ പ്രദേശത്ത് നിന്ന് 2,31,000 കുട്ടികളാണ് നമുക്കറിയാം SSLC പാസ്സായിട്ടുള്ളത്. അപ്പൊ അതില് ഏതാണ്ട് മലബാർ പ്രദേശത്ത് മാത്രം നോക്കുമ്പോൾ 1,89,000 സീറ്റുകൾ മാത്രമാണ് അധിക ബാച്ചുകളുടെ വർധനവ് ഉൾപ്പെടെ അധിക സീറ്റുകളുടെ വർധനവ് ഉൾപ്പെടെ ഉണ്ടായിട്ടും സീറ്റുകളുള്ളത്. 41,000-ഓളം കുട്ടികൾക്ക് സീറ്റുകളില്ല, പഠിക്കാൻ സീറ്റുകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. മലബാർ ജില്ലകളിലെ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KM ഷഫ്രീൻ പറഞ്ഞു. SSLC, CBSE, ICSE റിസൾട്ടുകൾ പുറത്തുവന്നിട്ടും മലബാറിലെ ജില്ലകളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷന് മതിയായ സീറ്റുകൾ ഇല്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മലബാറിലെ വിദ്യാർത്ഥികളുടെ പൊതുവിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ മലപ്പുറം ജില്ല ഉയർത്തി വികാരം ഉണ്ടാക്കരുതെന്ന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രസ്താവന തികഞ്ഞ വംശീയതയും പ്രാദേശിക വിവേചനവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരം പുതിയ ബാച്ചുകൾ അനുവദിക്കുക മാത്രമാണെന്നും അതിന് തയ്യാറാകാത്ത സർക്കാർ ഇടതുപക്ഷ ശ്രമങ്ങൾക്കെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി PH ലത്തീഫ്, ജില്ലാ പ്രസിഡന്റ് മുനീബ് എലങ്കമൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിഷ മന്ന തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് റീജിയണൽ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ലേബർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉപഭോക്താക്കൾക്കായി സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യവും മാസ് കെയർ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയും ഏർപ്പെടുത്തി. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും പദ്ധതികളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സാധാരണക്കാരുടെ സാമ്പത്തിക കെട്ടുറപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഫറോക്ക് റീജിയണൽ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും MVR ക്യാൻസർ സെന്ററും ചേർന്ന് നടപ്പിലാക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണിത്. സംഘത്തിലെ അംഗങ്ങൾക്ക് അവരുടെ വസ്തുക്കളും രേഖകളും സൂക്ഷിച്ചു വെക്കുന്നതിനായി ലോക്കർ സൗകര്യവും ആരംഭിച്ചു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം MK രാഘവൻ MPയും മാസ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം CN വിജയകൃഷ്ണനും നിർവഹിച്ചു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് M രാജൻ അധ്യക്ഷനായിരുന്നു. MVR ക്യാൻസർ സെന്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഓങ്കോളജി HOD ഡോക്ടർ നിർമ്മൽ C ബോധവൽക്കരണ ക്ലാസ് എടുത്തു.
12ാം ഡിവിഷൻ കൗൺസിലർ അൻവർ അലി, 14ാം ഡിവിഷൻ കൗൺസിലർ ഷനൂബിയ, ഫറോക്ക് യൂണിറ്റ് ഇൻസ്പെക്ടർ സബീഷ് കുമാർ, കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, കോഴിക്കോട് കോർപ്പറേഷൻ അർബൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബാലഗംഗാധരൻ പി, സംഘം സെക്രട്ടറി ടി.പി. രാഹുൽ, ബൈജു പി തുടങ്ങിയവരും സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാന പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ പരിപാടികളോടെ ഹാർമണി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം. അവാർഡ് ജേതാക്കളെയും നേട്ടങ്ങൾ കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ മഹറൂഫ് രാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബേപ്പൂർ ശിവപുരി റോഡ് സൗത്ത് ഹാർമണി റെസിഡൻസ് 3ാം വാർഷികം ആഘോഷിച്ചു. 47ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ മഹറൂഫ് രാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമുക്ക് ആവശ്യം ഈ പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് അമ്മ ദിനമാണ്. നമുക്ക് ആവശ്യം A+ കിട്ടിയ കുട്ടികളല്ല. A+ കിട്ടിക്കോട്ടെ, പ്രശ്നമില്ല. അതിന്റെ കൂടെ അന്യനെ ഉൾക്കൊള്ളുവാനും അവരുടെ ദുഃഖവും കണ്ണുനീരും കാണുമ്പോൾ വേദനിക്കുവാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാനും താൻ ഉണ്ടാക്കിയ പണം തൊട്ടപ്പുറത്ത് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് അവന് കൊടുക്കുവാനും അടുത്ത വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ള കുട്ടികളെ നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടേ നമുക്ക് റെസിഡൻസ് അസോസിയേഷനിലേക്ക് മെച്ചമുള്ളൂ, ഈ സമൂഹത്തിന് ആവശ്യമുള്ളൂ. ജില്ലാതല അവാർഡ് ജേതാവായ ശിവപുരി അംഗൻവാടി ഹെൽപ്പർ അംബികാദേവിക്കും സ്റ്റാർ സിംഗർ സീസൺ 3 ഫെയിം വൈഗ സുധീഷിനും സ്നേഹാദരം നൽകി. പരിപാടിയിൽ ഹാർമണി റെസിഡൻസ് പ്രസിഡന്റ് ജയപ്രകാശ് മേക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ സുരേന്ദ്രൻ വാപ്പാഞ്ചേരി, ശിവശങ്കരൻ KP, ദേവൻ TP, റാണി, സുലോചന, ബേബി മോഹൻ, ഗോപിനാഥൻ KP എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സ്വരൂപ് ശിവപുരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി ബാബു KC, ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് ബേപ്പൂർ, ട്രഷറർ ലിനു മേക്കുന്നത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന നാടൻ രുചി വിഭവങ്ങളുടെ സംഗമമൊരുക്കി സരോവരം റെസിഡൻസ് അസോസിയേഷൻ. മീഞ്ചന്ത YMRC റോഡിനു സമീപം നടന്ന ഭക്ഷ്യമേള വാർഡ് കൗൺസിലർ ജയശീല ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൃഷ്ണൻ, ഷജിൽ കുമാർ, മുരളീധരൻ, ഫിറോസ് തുടങ്ങിയവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ ധ്രുവീകരണ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ്. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കോഴിക്കോട്ട് തുറന്നു. കാടിനെയും പരിസ്ഥിതിയെയും വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിൽ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. വർഗീയ ധ്രുവീകരണം നടത്തുന്ന UDFന്റെ കള്ള പ്രചരണങ്ങൾക്കെതിരെ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പുതിയ ബാച്ചുകൾ അനുവദിച്ച് മലബാറിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.